ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 മേഖലാ ജാഥകൾ, വടക്കൻ മേഖലാ ജാഥ നാളത്തോടുകൂടി പര്യടനം പൂർത്തിയാവുകയാണ്. 5 ജില്ലകളിലെ പര്യടന പരിപാടികൾ പൂർത്തിയാക്കി ഇന്നലത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ പര്യടനം ആരംഭിച്ചു. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിലാണ് പര്യടന പരിപാടി. അഭൂതപൂർവമായ ജനമുന്നേറ്റമാണ് ഓരോ മണ്ഡലത്തിലും ഉള്ളത്. അതിൻ്റെ സമാപന ദിശയിലേക്ക് പോകുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീന മേഖലയായ പാലക്കാട് എത്തിയപ്പോൾ അത് വളരെയേറെ വലിയ ജനകീയ മുന്നേറ്റമായിട്ട് മാറുന്ന സ്ഥിതിയാണ് ഇന്നലെ വൈകുന്നേരം സമാപിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഞങ്ങൾ കണ്ടത്. ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി 3ാം LDF ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന നിശ്ചയദാർഢ്യം ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നെൽകൃഷിയുടെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നത് നാടിനാകെ ബാധ്യതയാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ടെത്തൽ. അമേരിക്കയുമായി കരാർ ഒപ്പിട്ടു എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് എന്ന ചരക്കുകൾക്ക് വലിയ തീരുവയും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് തീരുവകളില്ലാത്ത നിലയും കാർഷിക മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാർഷിക മേഖലയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കാർഷിക മേഖല പറഞ്ഞത്. കാർഷിക മേഖല മാത്രമല്ല, എല്ലാ മേഖലയും. കാരണം ഒരു തരത്തിലുള്ള നികുതിയും ഇല്ലാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇന്ത്യൻ വിപണിയിൽ നിറയും എന്നതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. നെല്ലുൽപാദനത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിനേക്കാൾ കൂടുതൽ വില നൽകാൻ, പ്രോത്സാഹന ബോണസ് നൽകാൻ എല്ലാ കാലത്തും കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. അതായത് നെല്ലുൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, നമ്മൾ നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ അവസാനത്തെ കത്ത്. അപ്പോൾ നെല്ലുൽപാദനം ആവശ്യത്തിലധികമായതിനാൽ സംഭരണ ചെലവ് പൊതുഖജനാവിന് ബാധ്യതയാവും എന്നാണ് അവർ പറയുന്നത്. ഈ വിചിത്രമായ ന്യായം സത്യം പറഞ്ഞാൽ കർഷകരോടുള്ള വെല്ലുവിളിയാണ്. താങ്ങുവിലക്ക് മുകളിൽ കേരളം ബോണസ് നൽകുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. സംസ്ഥാന സർക്കാർ കിലോന് 6.31 രൂപയാണ് അധികമായി നൽകുന്നത്. ഇത് കർഷകർക്കുള്ള വലിയ പിന്തുണയാണ്. നെൽകർഷകർക്ക് നൽകാനുള്ള സഹായം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 1344 കോടി ഉറുപ്പിക കേന്ദ്രം തരാനുള്ളത് ഇപ്പോഴും തന്നിട്ടില്ല. കോപ്പറേറ്റീവുകളുടെ ആയിരക്കണക്കിന് കോടി ഉറുപ്പിക അവർ വാങ്ങിയ കടം എഴുതി തള്ളുമ്പോഴാണ് കർഷകർക്ക് നൽകുന്ന ഈ സഹായം അനാവശ്യമാണ്, അത് നൽകുന്നത് തടയണം
എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വരുന്നത്. അപ്പോൾ ഇന്ത്യ US വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഉയർന്ന കൃഷിച്ചെലവും വൈകുന്ന സംഭരണ വിലയും കാരണം കർഷകർക്ക് സംസ്ഥാനത്തിൻ്റെ പ്രോത്സാഹന വക നൽകുന്ന തുക പോലും കൊടുക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം കൃത്യസമയത്ത് തരുന്നില്ല, നമുക്ക് വാങ്ങുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴാണ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടാണ് നെല്ലിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ സംഭരണം കൃത്യമായിട്ട് നടത്തണം. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് തുടരണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കാനുള്ള സമീപനം തള്ളണം എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നെല്ലിൻ്റെ കുടിശ്ശികയായി തരാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ UDF ഉൾപ്പെടെ ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന പോലുമില്ല. അതാണിപ്പോൾ അതിനെതിരായിട്ടൊരു അക്ഷരം പറയാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം.